ഒൻപതാം ദിവസം റെസീലിയൻസ് ആൻഡ് ഇന്നർ സ്ട്രെങ്ത്, അതിജീവനവും ആന്തരിക കരുത്തും. ബൈബിൾ പശ്ചാത്തലം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റ് ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. അതിൻ്റെ അടിസ്ഥാനം പാറമേലായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്നുള്ളതല്ല, മറിച്ച് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാനുള്ള വിശ്വാസം നമുക്ക് വേണം എന്നതാണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ അപഗ്രഥനം. തകർച്ചകൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, ദൈവാശ്രയബോധം വർദ്ധിപ്പിക്കാനുള്ള അവസരങ്ങളാണ്. അല്പം മനഃശാസ്ത്രം, ഗ്രോത്ത് മൈൻഡ് സെറ്റ്. മനഃശാസ്ത്രജ്ഞനായ കരോൾ ഡെക്ക് അവതരിപ്പിച്ച സിദ്ധാന്തമാണത്. 1 ഫിക്സഡ് മൈൻഡ് സെറ്റ്, 2 ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ പരാജയത്തെ ഒരു തകർച്ചയായി കണ്ട് പെട്ടെന്ന് തകർന്നു പോകുന്നു. ഗ്രോത്ത് മൈൻഡ് സെറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഇത് ഒരു വളർച്ചയുടെ മനോഭാവമാണ്. പരാജയങ്ങളെ പഠിക്കാനും വളരാനുമുള്ള അവസരമായി കാണുന്നു. ഇവിടെയാണ് റെസീലിയൻസിന്റെ പ്രസക്തി. റെസീലിയൻസ് എന്നത് ഒരു റബ്ബർ ബാൻഡ് പോലത്തെ അനുഭവമാണ്. ജീവിതത്തെ എത്ര വലിച്ചു നീട്ടിയാലും എത്ര ക്ലേശങ്ങളിലൂടെ കടന്നുപോയാലും തിരിച്ചു വരാനുള്ള മനുഷ്യന്റെ കഴിവിനെയാണ് റെസീലിയൻസ് എന്ന് പറയുന്നത്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് ഈ റെസീലിയൻസ്, അതിജീവനം സാധ്യതമാകുകയുള്ളൂ. റെസീലിയൻസ് പവർ അത് ജന്മന നേടിയെടുക്കുന്നതല്ല, പരിശീലനത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണത്. 2024 പാരീസ് ഒളിമ്പിക്സിലെ വിനേഷ് ഫോഗട്ടിന്റെ അനുഭവം റെസീലിയൻസിന്റെ വലിയൊരു പാഠം നൽകുന്നു. സ്വർണ്ണ മെഡലിന് തൊട്ട് അടുത്ത് എത്തപ്പെട്ട വിനേഷ് ഫോഗട്ട് വെറും 100 ഗ്രാം തൂക്കത്തിന്റെ പേരിൽ അയോഗ്യയാക്കപ്പെട്ടു. ലോകം മുഴുവൻ കണ്ടു നിന്നിരുന്ന ആ തകർച്ചയിൽ ഒരു കായിക താരം എന്ന നിലയിൽ വിനേഷ് ഫോഗട്ട് മാനസികമായി വളരെ തളർന്നുപോയിരുന്നു. എന്നാൽ ആ കടുത്ത നിരാശയിൽ നിന്ന് വിനേഷ് ഫോഗട്ട് ഉയർത്തെഴുന്നേറ്റു. 2-3 മാസങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു പുതിയ കാൽവയ്പ് നടത്തി. രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുകയും കരിയറിലെ വലിയ ആഘാതത്തെ മറികടന്ന് പുതിയ കരിയറിൽ അദ്ദേഹം വിജയിയാകുകയും ചെയ്തു. സന്ദേശം വളരെ വ്യക്തമാണ്. ഒരു വാതിലടയുമ്പോൾ ജീവിതം അവസാനിക്കുന്നില്ല. ആന്തരിക കരുത്തുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ വിജയങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും. പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാം. ഒന്നാമതായി, ചിന്താഗതി മാറ്റുക, റീഫ്രെയിമിംഗ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് പകരം ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാം എന്ന് സ്വയം ചോദിക്കുക. രണ്ടാമതായി, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. വലിയ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ചെറിയ ചെറിയ വിജയങ്ങൾ പരമാവധി ആഘോഷിക്കുക. മൂന്നാമതായി, ഒരു സപ്പോർട്ട് സിസ്റ്റം കണ്ടുപിടിക്കുക. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ആത്മീയ ഗുരു അദ്ദേഹത്തെ കണ്ടെത്തുക. നാലാമതായി, നന്ദിയുള്ളവരായിരിക്കുക. തകർച്ചകൾക്കിടയിലും ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ പ്രതി ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്ന് നമുക്ക് ചിന്തിക്കാം, പാറമേൽ പണിത വീടിന് കാറ്റും മഴയും ഏൽക്കാതിരിക്കാൻ ആകില്ല, എന്നാൽ അത് തകർന്നു പോകാതെ ഇരിക്കാൻ സാധിക്കും. മനസ്സിൽ വിശ്വാസത്തിൻ്റെ ബലമുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് മറികടക്കാനാകും. ഇത് അതിജീവനത്തിൻ്റെ മാതൃകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.